നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വേറൊരു ദിവസം. രാവിലെ തന്നെ ട്രിവാൻഡ്രത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴക്കാറ് മൂടി നിൽക്കുകയാണ്. നല്ല മഴയായിരുന്നു. മഴയെല്ലാം പെയ്ത് കഴിഞ്ഞു. എനിക്ക് ജോലികൾ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്തിരുന്നത് ഒന്ന് പാളയത്ത് പോയി മീൻ മുട്ടയൊക്കെ വാങ്ങാമെന്ന് കേട്ടോ. എനിക്ക് മീൻ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. വേദയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കുറച്ച് മത്തി വാങ്ങിയായിരുന്നേ. അതിൽ നിറയെ വലിയ മീൻ മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മത്തി സീസണൊക്കെ ആകുമ്പോൾ പാളയത്ത് പോയാൽ അവർ ക്ലീൻ ചെയ്തിട്ട് ഈ മീൻ മുട്ട വേണ്ടാത്തവരുണ്ടാവും. അതിങ്ങനെ സെയിലിന് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഞാനിന്ന് അങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഏട്ടൻ എന്തോ ഒരു എമർജൻസി ആയിട്ട് ഏട്ടൻ പോയേട്ടോ. അപ്പോൾ മീൻ മുട്ട വാങ്ങിക്കൽ നടന്നില്ല. പിന്നെ ഞാൻ കപ്പ വെച്ചു, കത്തിരിക്ക മെഴുക്കുവരട്ടി വെച്ചു, ചോറ് വെച്ചു, മീൻകറി വെച്ചു. ഇത്ര തന്നെ. വേദയ്ക്ക് പഴങ്കഞ്ഞി വേണമെന്ന് പറഞ്ഞ് ഇന്നലെ ചോറിട്ടതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതിനെ വേദയ്ക്ക് പഴങ്കഞ്ഞിയായിട്ട് വെച്ചേക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ മിറർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് മുടിയൊക്കെ കുളിച്ച് റെഡിയായി മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടാമെന്ന് കരുതി കേട്ടോ. അതുപോലെ ഈ ചീപ്പ് എപ്പോൾ ഞാൻ യൂസ് ചെയ്താലും കമൻറ്റ് ഉണ്ടാകും, ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്, എവിടെ നിന്നാണ്, ഏത് ഓൺലൈൻ ഏത് സൈറ്റിൽ നിന്നാന്നൊക്കെ ചോദിക്കും. ഇത് ഞാൻ പോത്തീസിൽ പോയപ്പോൾ എപ്പോഴോ വാങ്ങിച്ചതാണ്. സൈറ്റിൽ നിന്നും വാങ്ങിയതല്ല. ഒരുപാട് നാൾ പഴക്കമുള്ള ചീപ്പാണ്. അത് മുടിയൊക്കെ ഇങ്ങനെ ചുരുണ്ട് ചീകാൻ പാടുള്ളവർക്കൊക്കെ നല്ല പറ്റിയ ചീപ്പാട്ടോ. അതുകൊണ്ട് ഇത് പോത്തീസിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ട്രിവാൻഡ്രം പോത്തീസിൽ നിന്ന് ഓൺലൈൻ വാങ്ങിയതല്ല. ഇതിന് ലിങ്ക് ഇല്ല. ഇന്ന് ചിലപ്പോൾ നമുക്ക് വസ്ത്രയിൽ കുറച്ച് സെറ്റിൻ്റെ ചുരിദാർ മെറ്റീരിയൽ നമ്മുടെ റെസ്റ്റ് ഓറഞ്ച് പോലെ ഭയങ്കര ഡിമാൻഡുള്ള ഒരു സാധനമാണ് സെറ്റിൻ്റെ ചുരിദാർ മെറ്റീരിയൽ. അത് അന്ന് എനിക്ക് വളരെ കുറച്ച് പീസസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇന്ന് അത് വരുവാണെങ്കിൽ കാണിക്കാൻ കേട്ടോ. എന്നിട്ട് എത്ര പീസ് ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഞാൻ കുറച്ച് പീസ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്ര എണ്ണം നമുക്കിവിടെ കിട്ടുന്നു എന്നറിയത്തില്ല. സെറ്റ് സാരിയൊക്കെ കുറച്ചുകൂടെ എടുക്കണമെന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കളക്ഷൻസ് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഓണം കുറച്ചുകൂടെ ആയിട്ട് എടുക്കാമെന്ന് കരുതി കേട്ടോ. കാരണം ഇപ്പോൾ നമുക്ക് എടുത്തതിൽ പകുതിയും പോയിട്ടുണ്ട്. ഇനി കുറച്ച് പീസസ് കൂടി ഇരിക്കുന്നു. അപ്പോൾ എല്ലാ ബൊട്ടിക്സും എടുത്തത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഞാനും എടുത്തത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓണം സാരീസ് സെയിലുണ്ട്. പിന്നെ അത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഓണം കുറച്ചുകൂടെ അടുക്കുമ്പോൾ കുറച്ചുകൂടെ എടുക്കാമെന്ന് കരുതി. പക്ഷേ മെറ്റീരിയലിന് നമുക്ക് സാരിയെക്കാട്ടി ഡിമാൻഡാട്ടോ. അതുകൊണ്ടാണ് വീണ്ടും അന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് വീണ്ടും കൊണ്ടുവരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റെസ്റ്റോറൻറ്റ് കോഫി ബ്രൗൺ മെറ്റീരിയൽ പോലെ തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ സാധനങ്ങൾ എടുക്കാറുണ്ട്. എന്തായാലും ആ സാധനം ഇന്ന് എത്തുമെന്ന് തോന്നുന്നു. നമുക്കെങ്കിലും കാണാവേ. അതിനു മുന്നേ എൻ്റെ ഒരു കുഞ്ഞ് സ്കിൻ കെയർ കണ്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാവേ. എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക. അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക. ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയെന്ന് വയ്ക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ? പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ. കാശൊന്നും വാങ്ങില്ല. ഈ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ? സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി. പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അതായത് ഡയറ്റ് പ്ലാൻ, എത്ര വെള്ളം നമ്മളൊരു ദിവസം കൺസ്യൂം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്ട്സ് വാങ്ങിയെന്നിരിക്കട്ടെ, അതൊരു 3 മാസം വരെയൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് അതൊരു വർത്ത് പർച്ചേസിങ്ങും ആണേ. എന്തായാലും ഞാൻ ക്യൂർ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ. അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 100 ഓഫായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏട്ടൻ എന്താണ് ജോലി എന്നുള്ളത്. ഏട്ടൻ ബേസിക്കലി ഹീസ് എ ക്യാമറാമാൻ. സീരിയൽ ഒക്കെ ഒരുപാട് വർക്ക് ചെയ്ത് ഏട്ടൻ ജോലി ചെയ്യേണ്ട പ്രായം മുതൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഏട്ടൻ ഭയങ്കരമായിട്ട് ടയേർഡായി. ഇപ്പം ആൾക്ക് ഇഷ്ടമല്ല പോകുന്നത്. ഒരുപാട് വർഷം കൊണ്ട് ഏട്ടൻ ഈ ഫീൽഡിലാണ്, ക്യാമറാമാനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരുപാട് സീരിയലുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുന്നേ ഏട്ടൻ ക്യാമറാമാനാണ്. നിറയെ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു വർക്ക് ചെയ്യുമ്പോൾ ഏട്ടനോടൊപ്പം ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും സീനിയറായിട്ടുള്ളൊരു ക്യാമറാമാനാണ്. ഒരുപാട് വർക്ക് ചെയ്ത് ഇപ്പം ഭയങ്കര ടയേർഡാണ്. കാരണം ഏട്ടൻ 30 ദിവസവും ഏട്ടന് വർക്ക് ഉണ്ടാവും. ഏതെങ്കിലും 2 സീരിയൽ എപ്പോഴും ഉണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം മുതൽ 2 സീരിയൽ എപ്പോഴും ഉണ്ടാവും. 30 ദിവസം വർക്ക് കേട്ടോ. അപ്പം നമ്മുടെ ഒരു രീതി എന്ന് വെച്ചാൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, 6 മണിക്കെങ്കിലും ലൊക്കേഷൻ എത്തുക,
കുറഞ്ഞത് രാത്രി 9:30 വരെ ആയിരിക്കും ഷൂട്ട്, കുറഞ്ഞത് കേട്ടോ. അത് 10:30 ആവാം, 11:30 ആവാം, ചിലപ്പോൾ അടുത്ത ദിവസം രാവിലെ വരെ ഉണ്ടാവും. രാവിലെ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് വീണ്ടും വന്ന് അടുത്ത ദിവസം ഷൂട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു സീരിയൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിലൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. 9:30ക്ക് തന്നെ നിർത്തണം എന്നൊക്കെ ഉള്ളതുണ്ട്. എങ്കിലും പല ദിവസങ്ങളിലും 10, 11, 10 മണി 11 മണിയാവും കേട്ടോ വീടൊക്കെ ഷൂട്ട് കഴിഞ്ഞ് ലൊക്കേഷനിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഒരു സമയമാവും. അപ്പോൾ ഏട്ടൻ ഭയങ്കര ടയർഡ്. ഇപ്പോൾ ആൾക്ക് പോകുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് പോകാറില്ല. പിന്നെ ഏട്ടനുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് പച്ച പിടിച്ച ശേഷം എനിക്ക് നല്ലപോലെ വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ ഏട്ടനുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. മെയിൻലി നമുക്ക് ഈ കൊളാബ് ഷൂട്ട്സ് വരുമ്പോൾ നല്ല പ്രൊഫഷണലായിട്ട് അവർക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളിലേക്ക് എത്തും പോലെ ഇരിക്കും അവർ വീണ്ടും നമുക്ക് വീണ്ടും തരുന്നത്. ഓഫ് കോഴ്സ് അതിൽ നല്ല പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ കൊളാബ് ഷൂട്ടിന്. അപ്പോൾ അത് നല്ല പ്രൊഫഷണലായിട്ട് നമ്മൾ എടുത്ത് കൊടുക്കണം. അതിന് എനിക്കൊരു ക്യാമറമാൻ കൂടിയേ തീരുള്ളൂ. അതുകൊണ്ട് ഏട്ടൻ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനത്തെ കൊളാബ് ഷൂട്ട്സിനും നല്ല എത്രത്തോളം ക്വാളിറ്റിക്ക് കൊടുക്കാവോ അത് കണ്ടിട്ടായിരിക്കും അടുത്ത ബ്രാൻഡ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്ര നല്ലതോളം നമ്മൾ കൊടുക്കാവോ അത്രയും നമുക്ക് നല്ലതാട്ടോ. അതാണ് ഇപ്പോൾ ഏട്ടൻ്റെ മെയിൻ പരിപാടി. യാത്ര ചെയ്യുക, ഇങ്ങനെ കാറും എടുത്ത് ഇന്ത്യക്കകത്ത് കേട്ടോ, കേരളം ഇന്ത്യക്കകത്ത് ഇവിടെയൊക്കെ യാത്ര ചെയ്യാനാണ്, കാറിൽ പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിട്ട് ഫ്ലൈറ്റ് കയറണമെന്ന് കേൾക്കുമ്പോഴേ ദേഷ്യം വരും. അതുകൊണ്ട് അതുമല്ല, ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു അത്ര ഇഷ്ടമില്ല. ഇന്ത്യയിൽ ഇത്രയും സുന്ദരമായ സ്ഥലങ്ങളുള്ളപ്പോൾ എന്തിന് വേറൊരു രാജ്യത്ത് പോകണമെന്നാണ് കേട്ടോ ചോദിക്കുന്നത്. യാത്ര ചെയ്യുക, എനിക്കിപ്പോൾ വീഡിയോസ് എടുത്തു തരാം. പിന്നെ മെയിനായിട്ട് എൻ്റെ അച്ഛന് കൺസ്ട്രക്ഷൻ്റെ പരിപാടിയാണെന്ന് അറിയാമല്ലോ, അതിലും ഒരു പാർട്ടായിട്ട് ഏട്ടനുണ്ട്. സച്ചിനും ചിലപ്പോഴൊക്കെ അച്ഛനിപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളത് കൊണ്ട് അച്ഛന് ഒത്തിരി വർഷമായിട്ട് സിൻസ് എത്രയോ വർഷം മുതൽ അച്ഛൻ ഈ പരിപാടിയിലുണ്ട്, ഈ ഫീൽഡിലുണ്ട്. അപ്പം അച്ഛനോടൊപ്പം ഏട്ടന് കാണും, സച്ചിന് സമയമുള്ളപ്പോൾ സച്ചിനുണ്ടാവും. അപ്പം ഇതൊക്കെയാണ് ഏട്ടൻ്റെ മെയിൻ പരിപാടികളെന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പുതിയതായിട്ട് വരുന്നവർക്ക്, സബ്സ്ക്രൈബേഴ്സിന് അറിയില്ല എന്താണെന്ന്. അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളേ. വേദയ്ക്ക് ഇന്ന് സ്കൂളില്ല കേട്ടോ, അതുകൊണ്ട് വേദയാണെന്ന് എൻ്റെ ക്യാമറ. ഇത് നമ്മുടെ പോപ്കോൺ, സോയ ചങ്ക്സ് പോപ്കോൺ. പക്ഷെ ഇന്ന് ഞാൻ എയർ ഫ്രൈ ചെയ്തു. അതിനെക്കാട്ടി നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ അന്നത്തെ അത്ര ടേസ്റ്റില്ല. ഞാൻ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് എടുത്തു, അതുകൊണ്ടാവും. ഇന്നത്തെ ലഞ്ച് വേദയ്ക്ക് എത്ര മുളക് വറുത്തത് വേണം? ഒന്ന് പോരെ, കുറച്ചേ ഉള്ളൂ ചോറ്. മുളക് വറുത്തത്, നാരങ്ങ അച്ചാർ. വേദ ഭയങ്കര അച്ചാർ തീറ്റി കേട്ടോ. ചിലപ്പോഴേ ഉള്ളൂ. മതിയാ? കറി വേണോ? ഓക്കെ. എനിക്ക് വായിൽ വെള്ളം വന്നതേ. പഴങ്കഞ്ഞിയും മുളക് വറുത്തതും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടേ, തൈര് ഒഴിച്ചിട്ടുണ്ട്. മീൻ വേണോ? വേറെ മീനൊന്നും കഴിക്കൂല. എൻ്റെ ഒരു സമാധാനത്തിന് കത്തിരിക്കാൻ മെഴുക്കുവരട്ടി, ശക്കല എല്ലാം കഴിക്കണം. ഇന്നലെ ഏട്ടൻ ചെന്ന് ചിക്കനും പൊറോട്ടയും വാങ്ങിച്ചു കൊടുത്തു. എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു സന്തോഷം. ഇതെന്തോന്നു കപ്പശലം വയ്ക്കട്ടെ. ദെൻ മീൻ കറി കാണിച്ചു കൊടുക്കും. ഇന്ന് മീൻമുട്ട വാങ്ങിക്കുമെന്ന് എഴുതിയിട്ടാടാ. ഇതിൽ മീൻമുട്ട ഉണ്ടായിരുന്നു, ഞാൻ അടുത്ത് മാറ്റി വെച്ചേക്കുന്നത്, ഒരുമിച്ച് ഫ്രൈ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട്. ഇത് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി അവലും നനച്ചത് ഞാനും വേറെ കൂടെ കഴിച്ചിട്ടാക്കി കേട്ടോ. വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റ് കോഫി ബ്രൗൺ പോലെ തന്നെ ഭയങ്കര ഡിമാൻഡുള്ള ഒരു മെറ്റീരിയലാണ് സെറ്റിൻ്റെ ചുരിദാർ മെറ്റീരിയൽ. ഇത് സെറ്റിൻ്റെ ചുരിദാർ മെറ്റീരിയലാണ്. ഇതിൽ ബോർഡർ ഇങ്ങനെ വരും, ബോഡി ഫുൾ ഇതുപോലെ ലീഫ് വരുന്നുണ്ട്. ഇതിൻ്റെ ഷോള് ഇതാണ്, നിറയെ ലൈൻസ് വരും. ലൈൻസിൽ സെയിം ടോപ്പിലുള്ള ഡിസൈൻ വരും. ബോഡിയിലും ഷോളിൻ്റെ ഫുൾ വർക്ക് ഇതുപോലെ ലീഫിൻ്റെ വർക്കൊക്കെ വരും. അതിൻ്റെ പാൻസ് ഇതാണൊരു സെറ്റായിട്ട് വരുന്നത് കേട്ടോ, 3 പീസ് സെറ്റാണ്. ഇത് മാത്രമല്ല പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതായിരുന്നു. ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. നമ്മളിൽ അന്ന് കുറച്ച് പീസസ് ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം അത് തന്നെയാണ് കേട്ടോ. പീക്കോക്ക്, ഇതിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ. ഇത് പീക്കോക്കും എലിഫൻറ്റും വരുന്നുണ്ട് ബോഡിയിലൊക്കെ. ഫോട്ടോസ് ചോദിച്ചാൽ ഞാൻ ഇട്ട് തരാം. ഇത് എലിഫൻറ്റിന് ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ അതേ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അപ്പം അന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ട് കുറച്ച് പീസേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് സോൾഡ് ഔട്ട് ആയിരുന്നു. ഇതെന്തോ ട്യൂലിപ്പ് ഫ്ലവർ എന്തോ ആണ്. ദെൻ വേറെന്തോ ഒരു ഫ്ലവർ, ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ അടിയിലിരിപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതേ നമ്മൾ പുളിയലക്കര സെറ്റ് മുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വിഷു വന്നാലും ഓണം വന്നാലും എന്ത് വന്നാലും എപ്പോഴും ചോദിക്കുന്നത് പുളിയലക്കര ഉണ്ടോ എന്നുള്ളതാണ്. ഇത് പുളിയലക്കര സെറ്റ് മുണ്ടാണ്. ഇത് ബ്ലാക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ
അതിൻ്റെ തന്നെ കുറച്ചുകൂടെ തിന്നായിട്ടുള്ള ഒരു മെറൂൺ കളറിൽ വന്നിട്ടുണ്ട്, ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട്, പിന്നെ ഓറഞ്ച് കളറിൽ വന്നിട്ടുണ്ട്. പിന്നെ സാരി, പുളിയിലക്കര സാരി ബ്ലാക്ക് ഉണ്ട്. ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ, ആർക്കും വിഷമം വേണ്ടെന്ന് എഴുതി എടുത്തിട്ടുണ്ട്. നല്ല റെഡ് കളർ പുളിയിലക്കര സാരി ഉണ്ട്. ദെൻ ഓറഞ്ച് കളർ പുളിയിലക്കര സാരി ഉണ്ട് കേട്ടോ. ഇത് സെറ്റ് മുണ്ടിൻ്റെ ബാക്കി പീസസ് ആണ്. ദെൻ ഇതെല്ലാം മെറ്റീരിയലാട്ടോ, ഇതെല്ലാം മെറ്റീരിയലാണ്. നമുക്കിതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ വന്നാൽ മതി. ഞാനപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. പെട്ടെന്ന് തന്നെ വരിക, വേഗം തന്നെ സോൾഡ് ഔട്ട് ആവും. ഞാൻ തള്ളുന്നതല്ല, നമുക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്നോട് മെസ്സേജ് ഇടുമ്പോൾ ഞാൻ സോൾഡ് ഔട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ഡിഫറെൻറ്റ് മോഡൽസാണ്. ഒരുപാട് വെറൈറ്റി മോഡൽസ് ഉണ്ട്. ഇത് ലീഫൊക്കെ വരുന്നുണ്ട്, ഇത് കാണിച്ചു തന്നെ ഞാൻ. ഇതെല്ലാം ഇത് തന്നെയാണ്. ഇതൊരു ഫ്ലവർ വരുന്നുണ്ട്, പിന്നെ അതേ വേറൊരു ഫ്ലവർ വരും, ഇത് കാണിച്ചു തോന്നുന്നല്ലേ. അങ്ങനെ ദേ എൻ്റെ മേലെ കാലൊക്കെ വേദനിക്കണ ഇത്രയും സാധനങ്ങൾ സെറ്റിൻ്റെ ചുരിദാർ മെറ്റീരിയൽ ആവശ്യപ്പെട്ടവർക്കായിട്ട് നിറയെ കൊണ്ടുവന്നിട്ടുണ്ട്. വേഗം തന്നെ വാട്സപ്പിൽ വന്നോളൂ. നാളെ പിന്നീട് വാങ്ങാമെന്ന് പറഞ്ഞ് നോക്കിയാൽ സംഭവം ഉണ്ടാവത്തില്ല. അപ്പോൾ കണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട് അപ്പോൾ വാങ്ങിയതാണ്. പിന്നീട് ഈ സെയിം സാധനം കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോഴപ്പോഴും കൊണ്ടുവരും. പ്രീ ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നോളൂ കേട്ടോ. ഇനി ഇതിൻ്റെ പുറകെ ഒരുപാട് പണിയുണ്ട്, ഫോട്ടോസ് എടുക്കാനുണ്ട്. വാട്സപ്പിൽ ഞാൻ ഇപ്പോൾ ഇടും ഇതിൻ്റെ റീൽസ്. ഇട്ടാൽ ഉടനെ തന്നെ തുടങ്ങും ബഹളം, അതിൻ്റെ പുറകെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ റീൽസ് എനിക്ക് ഇടാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒന്നിനും സമയം കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ.